നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മറവി എന്നത് അല്ലേ. നമുക്ക് വേണ്ടപ്പെട്ട പല മരണങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില സംഗതികൾ, ഇതൊക്കെ സമയമെടുത്തിട്ടാണെങ്കിലും നമ്മൾ മറക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം ഈ ഒരു ഓർമ്മ കൊണ്ട് നടന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല എന്നത്. എന്നാൽ അവനവൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം ഈ ഒരു അനുഗ്രഹം തന്നിട്ടും മറക്കാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ പേരുകളില്ലേ നമ്മളെ മനസ്സിൽ. അവര് നമ്മളോട് ചെയ്തതിനുള്ള സങ്കടവും ദേഷ്യവും വാശിയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ ഒരു ഭാരവും ടെൻഷനും ഒക്കെ ആരെ കൊണ്ട് നടക്കുന്നത്? നമ്മളല്ലേ. എന്നോ നമ്മളെ ഉപദ്രവിച്ച് മറന്നുപോയ അവരല്ലല്ലോ. ഈ ഒരു ഓർമ്മ നമ്മൾ കൊണ്ട് നടന്നാൽ സ്വസ്ഥത ഉള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഫോർഗീവ്നെസ്. അങ്ങ് വിട്ടുകൊടുത്തേക്കുക. ഇതിന് നല്ലൊരു ആംബിയൻസിലേക്ക് മാറിയിട്ട് കണ്ണുകൾ അടച്ച് ആ ഒരു വ്യക്തിയെ മുന്നിൽ കണ്ട്, നമ്മളെ ഉപദ്രവിച്ച ആ ഒരു വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചിരിക്കും. അദ്ദേഹം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, വല്ലാണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കലും ക്ഷമ അർഹിക്കുന്നു, എന്നാലും എനിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കും. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. വർഷങ്ങളോളം കൂട്ടിലടച്ച കിളിയെ തുറന്നു വിടുമ്പോൾ ആ കിളിക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ഈ ഒരു ഫോർഗീവ്നെസ്സിലൂടെ, ഈ ഒരു പുറത്തു കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ആ ഒരു സംതൃപ്തിയാണ്.